ഹലോ, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കിച്ചൺ റെസിപ്പി ആട്ടോ. നമ്മളെ മൺപയറില്ലേ, വെള്ളപ്പയർ, അത് വെച്ചിട്ടൊരു തോരനാട്ടോ ഇന്നത്തെ വീഡിയോ. ഉപ്പേരി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളെ സ്കൂളിലോട്ടും നമ്മളെ ചോറിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതും എന്നാൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതാട്ടോ നമ്മൾ മമ്പയർ, അതായത് വെള്ളപ്പയർ. ഇത് ഞാൻ ഇളം ചൂടുള്ള വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനത് നന്നായി കഴുകിയതിന് ശേഷം അതിലേക്ക് കുറച്ച് പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് അതിനൊപ്പം വെള്ളം വെച്ചിട്ട് ഞാനത് നന്നായി വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായി വേവട്ടെ. ആ വേവുന്ന സമയം കൊണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്കിവിടെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് നമ്മൾ അതിനോടൊപ്പം ചേർത്തുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തിട്ടില്ല. പിന്നെ 4-5 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചത്, പിന്നെ അരമുറി നാളികേരമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. നാളികേരം ഞാൻ ചതയ്ക്കണോ അരയ്ക്കണോ അങ്ങനെയൊന്നുമില്ല. ഈ ചിരകിയ പോലെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് നമ്മളെ പയറിൻ്റെ ഒരു അവസ്ഥ. അപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട്. വെള്ളം വറ്റുന്നത് നല്ലോണം നോക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മമ്പയർ ഏകദേശമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്ത് പോവുകയും ചെയ്യരുത്, എന്നാൽ വേവും കുറയും ചെയ്യരുത്. ആ രീതിയിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നാലേ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ, കഴിക്കാനൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ മണികളായിട്ട് മാറി മാറി കിടക്കുന്ന വിധത്തിൽ എടുക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്ത് തുടങ്ങുന്നത്, ഒരു ചട്ടി വെച്ചിട്ട് അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ കരിവേപ്പിൻ്റെ ഇല, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ കരിവേപ്പിൻ്റെ ഇല കയ്യിലില്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നില്ല. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് എരിവ് കൂടുന്നു വിചാരിച്ചിട്ട് ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നില്ല. അത് കയ്യിലുള്ളവർ അതിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ വെളുത്തുള്ളി ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ആ നേരം കൂടി ഞാൻ ഈ വേവിച്ച് വെച്ചിട്ടുള്ള മമ്പാർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കണം. നമ്മൾ വേവിക്കുമ്പോഴാണ് മമ്പാരിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായി ഇളക്കി വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 3 ചേരുവകളും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തിലേക്കും ആവുന്ന വിധത്തിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ വേവ് കൂടരുതെന്ന് പറയാനുള്ള കാരണം, നമ്മൾ ഈ ഇളക്കുന്ന സമയത്തൊക്കെ നന്നായി പയർ ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് വേവ് കൂടാതെ ഒരു പാകത്തിനുള്ള വേവിന് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മമ്പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മമ്പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിലേക്കും ലഞ്ച് ബോക്സിലേക്കും ഒക്കെ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.